ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രൻ ബോസ് ഇങ്ങനെ രോഹിത്തിന്റെ മുന്നിൽ വെച്ച് സുസ്മിതയോട് പറയുന്നുണ്ട്, എന്നോട് ആർക്കും പൊരുതി ജയിക്കാൻ കഴിയില്ല, ഇത് ചന്ദ്രൻ ബോസ് ആണ്, ചന്ദ്രൻ ബോസിനോട് ഏറ്റുമുട്ടുമ്പോൾ പല ശിക്ഷകളും ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് തന്റെ സിഗരറ്റും കുറ്റി ഉണ്ടല്ലോ അത് താഴത്തോട്ടിട്ട് തന്റെ ഷൂ കൊണ്ട് ഇങ്ങനെ ചവിട്ടി തിരുമണിട്ടാ അതിനർത്ഥം ഇങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ എന്നുള്ള ആ ഒരു ലെവലിലാണ് കേട്ടോ ചന്ദ്രബോസ് കാണിക്കുന്നത്. ഇത് കാണുന്ന രോഹിത് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഈ സമയം രോഹിത്തിന്റെ മുന്നിലോട്ട് ഒരു ലൈറ്റർ അങ്ങ് കത്തിച്ചിട്ട് മനസ്സിലായടോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടാ. അങ്ങനെ ചന്ദ്രബോസും സുസ്മിതയും വിജയിച്ചെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ഇങ്ങനെ ശാലിനിയെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. വിഷ്ണുവും കമലനും ഒക്കെ ഇങ്ങനെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അനുപല്ലവിയും എല്ലാവരും നല്ല ടെൻഷനിലാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുകയാണ് എന്റെ ശാലിനിക്ക് ഇനി എന്താവുമെന്ന ആ ഒരു ടെൻഷനോട് കൂടി വിഷ്ണു നിൽക്കുമ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് കടന്നു വരുന്നത്. ഡോക്ടറെ കാണുന്ന വിഷ്ണു ഓടിച്ചെല്ലാണ്. എന്റെ ശാലിനിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? അത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ പറയാണ്, സംഭവം കുറച്ച് സീരിയസ് ആടോ, കാരണം അവരുടെ രക്തം കുറെ പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ബ്ലഡ് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ശാലിനിയെ കുറിച്ച് ഓർത്ത് വിഷ്ണു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കാണ്. തന്റെ ശാലിനി അവളെ രക്ഷിക്കണല്ലോ. അതിനിടയ്ക്ക് ശാലിനിയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ്. ശാരദാമ്മ ഇങ്ങനെ ചക്ക ഇങ്ങനെ കട്ട് ചെയ്തും കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ചക്കപ്പുഴുക്ക് വേണത്രേ, എന്നാ അവൾ അത് കഴിക്കത്തൂല, പറച്ചില് ഭയങ്കര കേമയെ, എന്നാ അതൊന്നും തിന്നത്തൂല. ഇത് എത്ര സമയം കൊണ്ടാണ് പ്ലാവ്യമെന്ന് ഈ ചക്ക ഇട്ടത്. ചക്കയിടാൻ ഞാനും ചക്കയും കൂടി മത്സരിച്ചത് ആലോചിക്കുമ്പോ എനിക്കിങ്ങനെ ദേഷ്യം വരുന്നു. എന്നാ ഇത് ഉണ്ടാക്കി മുന്നിലോട്ട് വെച്ചു കൊടുത്താൽ അവൾക്ക് കഴിക്കാനും പറ്റത്തില്ല. ഇത്തവണ അവളെ ഞാൻ വെറുതെ വിടില്ല, ഇത് കഴിപ്പിച്ചിട്ട് തന്നെ നിൽക്കുള്ളൂ. ഇന്ന് വാടി കലക്ടർക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ശാന്ത ഇങ്ങനെ പാഞ്ഞു വരുന്നത്. ശാരദാമ്മ തന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ശാരദാമ്മ ഇങ്ങനെ ഓരോ രസകരമായ കാര്യങ്ങൾ ഇങ്ങനെ ചക്കയെ കുറിച്ചും ശാലിനിയെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയം ICUയിൽ ഇങ്ങനെ ശാലിനിയെ കാണിക്കുന്നുണ്ട്. ക്രിട്ടിക്കലായി കിടക്കുന്ന ശാലിനിയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ശാരദാമ്മേ എന്ന് പറഞ്ഞിട്ട് ശാന്ത വിളിക്കുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്താടി ഇന്ന് നേരം വൈകിയില്ലേ, അതുകൊണ്ടാണല്ലേ ഇങ്ങനെ ഓടിപ്പാഞ്ഞും കൊണ്ട് വരുന്നത്? അതല്ല ശാരദാമ്മേ, ഞാൻ എന്തായാലും ശാലിനിക്ക് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കട്ടെ. അവൾ ഇന്ന് പോകുമ്പോ കൊച്ചമ്മ പറഞ്ഞിരിക്കുന്നു എന്നോട് ചക്കപ്പുഴുക്ക് വേണമെന്ന്. എന്നാ വൈകിട്ട് അവൾക്ക് അത് കഴിക്കാനും പറ്റുമോ? അതില്ല, എന്നാ ഇത്തവണ അവളെ കൊണ്ട് കഴിപ്പിക്കും. ശാരദാമ്മേ ഞാനൊന്ന് പറയട്ടെ. അപ്പോഴേക്കും എന്താ ശാന്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ശാരദാമ്മ TV വെച്ച് നോക്കൊന്നും ചെയ്തില്ലേ? എന്താ പ്രശ്നം? വഴിയിലും TV-യിലും ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടെന്ന ആളുകൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. സത്യം എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്താ ശാന്ത കാര്യം പറ. അത് കേൾക്കുന്ന ശാന്ത, എനിക്ക് പേടിയാവുന്നു ശാരദാമ്മേ, നമ്മുടെ ശാലിനിക്ക് ഇന്ന ഭാഗത്ത് വെച്ച് കുത്തേറ്റിരിക്കുന്നു. അയ്യോ എന്റെ മോള് എന്നും പറഞ്ഞ് ചക്കയെ അവിടെ താഴെയിട്ട് ശാരദാമ്മ ഓട്ടം നടു റോഡിലൂടെ ഇങ്ങനെ ഓടുന്നിട്ടോ. എന്റെ പൊന്നുമോളെ, എന്റെ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ നിലവിളിച്ച് അലറിയും കൊണ്ടാണ് ശാരദാമ്മ പോകുന്നത്. ഇതേ സമയം ഇങ്ങനെ അനുപല്ലവിയെയും അതുപോലെ വിഷ്ണുവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഡോക്ടർ വീണ്ടും പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ വീണ്ടും ശാലിനി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയമാണ് CI ചന്ദ്രബോസ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഒരു 1.5 വരവ് തന്നെയാണ് കേട്ടോ. എല്ലാം നേടിയിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു എന്ന തൻ്റെ ബുദ്ധിയോട് കൂടിയാണ് അങ്ങോട്ടേക്ക് CI ചന്ദ്രബോസ് വന്നിട്ട് അനുപല്ലവിയോട് പറയണം, അപ്പോ ഈ TV-യിലും ഈ ന്യൂസിലും ഉള്ളവരൊക്കെ കാണിക്കുന്ന വെറുതെ പുളുവാണ് അല്ലേ? ഞാൻ അങ്ങ് പറഞ്ഞത് കേട്ടപ്പോ വല്ലാതെ അങ്ങ് ഭയന്നു പോയി, മരിച്ചു എന്നാ വിചാരിച്ച്, അത്രയൊന്നും ആയിട്ടില്ലല്ലേ? അത് കേൾക്കുന്ന വിഷ്ണുവിനെ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കാണ്. ഇതേ സമയം വീണ്ടും ചന്ദ്രബോസ് ഇങ്ങനെയുള്ള വാക്കുകളാണ് പറയുന്നത്. മരിച്ചിട്ടില്ലല്ലേ? ഈ TV-ക്കാരൊക്കെ പറഞ്ഞാൽ മതി, അവന്മാരങ്ങ് വളച്ചൊടിച്ച് കാര്യങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമാക്കും. അത് കേൾക്കുന്ന വിഷ്ണു, മരിച്ചിട്ടില്ലടോ എന്ന് വിഷ്ണു പറയാനേട്ടോ. അതോടുകൂടി CI ചന്ദ്രബോസ്, നീ എന്തിനാടോ എന്റെ നേർക്ക് ഉച്ചയെടുക്കുന്നത്? അത് എന്റെ കണ്ണിൽ നന്നായി ഉണ്ട്. ആ കുത്തിയവന്റെ മുഖം, അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ഏത് ലോകത്ത് പോയി ഇരുന്നാലും അവനെ എന്റെ കയ്യിൽ കിട്ടും. അവനെ നീ ഒന്നും ചെയ്യില്ലടാ, ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലടാ. അപ്പൊ നീ ആടോ എന്റെ ശാലിനിയെ തൊട്ടത് എന്നും പറഞ്ഞിട്ട് ചന്ദ്രബോസിനെ കഴുത്തിനങ്ങ് പിടിക്കണേട്ടോ. തന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനെ കഴുത്തിനങ്ങ് പിടിക്കുമ്പോൾ എല്ലാവരും കൂടി, കമലനും മറ്റുള്ളവരെല്ലാവരും കൂടി, രാമേട്ടനൊക്കെ കൂടി അങ്ങ് പിടിച്ചു മാറ്റുകയാണ്. പോലീസ് കോൺസ്റ്റബിളും ഉണ്ട്, കാരണം ACP ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയം അനുപല്ലവി, സാറൊന്നും വിചാരിക്കരുത് കേട്ടാ, അയാളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ പിടിച്ചത്.
അതെനിക്ക് നന്നായി അറിയാം, അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതൊരു പരാതിയാക്കുന്നില്ല. പരാതിയാക്കിയാലുണ്ടല്ലോ അവന് പിന്നെ പുറം ലോകം കാണില്ല. എന്തായാലും ഇരിക്കട്ടെ, ഇതെന്തെങ്കിലും അറിയട്ടെ, എന്നിട്ട് അവ ഒന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം തന്നെ അനുപല്ലവിക്ക് തോന്നുന്നുണ്ട്. ഈ സമയം കാണിക്കുന്നത് ഇങ്ങനെ പപ്പിയെയും സത്യയാണ്. അപ്പൊ സത്യ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ല. ഈ സമയം പപ്പി പിള്ളയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ പിള്ള പറയുന്നുണ്ട്, ഞാൻ കുറച്ചു നേരം വൈകിയ പിന്നീട് ചോദ്യമാവും പറച്ചിലാവും, എന്താ 1 മിനിറ്റ് വൈകി, അങ്ങനെ ഇങ്ങനെ കുഞ്ഞെ, അതൊക്കെയാണ് എനിക്ക്. അപ്പൊ സത്യ പറയണേ, നിങ്ങൾ പോയിക്കോളൂ പിള്ള ചേട്ടാ, ഞാനിവിടെ ഒറ്റക്ക് നിന്നോളാം എന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അതറിഞ്ഞ രാഘവൻ സാർ എന്നെ വഴക്ക് പറയും, പിന്നീട് ഒരാഴ്ചത്തേക്ക് എന്റെ ചെവിയിൽ പഞ്ഞു വെക്കേണ്ടി വരും. അതിന്റെ പേരിലാണ് പിന്നീട് വഴക്ക്. അത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പോഴാണ് അനുപല്ലവി വരുന്നത് കേട്ടോ. അപ്പൊ അനുപല്ലവി കണ്ടവിടെ തന്നെ സത്യ ചോദിക്കുക, അമ്മ എവിടെ? അതുപോലെ അമ്മക്ക് തീരെ സുഖമില്ല, തലകറങ്ങി ഹോസ്പിറ്റലാ. അത് കേൾക്കുന്ന പിള്ള ചോദിക്കുക, എന്തു പറ്റി? അപ്പോഴേക്കും കാര്യങ്ങൾ പറയണമെന്നുണ്ട്, അതുകൊണ്ട് തന്നെ 2 കുഞ്ഞുങ്ങളോട് പോകാൻ അവിടെ നിന്ന് പറയാനിട്ട് സത്യ നീ വണ്ടിയിൽ കയറിയിരിക്കും, മോളും കൂടി കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് പപ്പിയെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന ജംഗ്ഷന്റെ ആ സൈഡിലുള്ള ആ റോഡില്ലേ, അവിടെ വെച്ച് ഷാലിനിക്ക് കുത്തേറ്റിയിരിക്കുന്നു. ഈശ്വര, എന്റെ പൊന്നു മോള് എന്ന് പിള്ള പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന ആ ഒരു സീനാണ്. പിന്നീട് ശാരദാമ്മ എത്തിയിരിക്കണം. ശാരദാമ്മ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷ്ണുവോട് ചോദിക്കണം, എന്റെ പൊന്നു മോള് ഈശ്വര, എന്റെ കുഞ്ഞിന് യാതൊരു ആപത്തും വരരുത്. അപ്പോഴാണ് ഡോക്ടർ വീണ്ടും പുറത്തു വരുന്നത്. അപ്പൊ ഡോക്ടറോട് ചോദിക്കണം, വിഷ്ണു എന്തായി കാര്യങ്ങൾ? അപ്പൊ ശാരദാമ്മയെ ഉടൻ തന്നെ ഒന്നും പറയാനായിട്ടില്ല, രക്തം വേണ്ടി വരും, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരുപാട് രക്തം പോയിട്ടുണ്ട്, ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുമ്പോൾ ശാരദാമ്മ, എന്റെ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്, അവള് ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ രാഘവനെയാണ് കാണിക്കുന്നത്. രാഘവന് ശ്യാമ ചായ കൊണ്ടു കൊടുക്കണം. അപ്പൊ ശ്യാമയോട് ഒന്നവിടെ നിന്ന കൊച്ചെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ, നീ ഇനി ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇത് ഒരു വൃത്തികെട്ട വീടായി മാറിയിരിക്കുന്നു, ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം മനസ്സമാധാനം പോകും, അതുകൊണ്ട് എൻ്റെ മോള്, നിന്റെ അമ്മയെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു, നിന്റെ അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല, രോഹിത്തിന്റെ കാര്യമാണ്, രോഹിത്ത് വന്നോ എന്നാണ്, എന്നാൽ അതിന് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു, അച്ഛാ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല, കാരണം മോളുടെ സംസാരം കേട്ടിട്ട് എന്നെ മടുത്തിരിക്കുന്നു, അവളുടെ അച്ഛൻ വരാത്തതിന് എന്ത് മറുപടി നൽകണമെന്ന് എനിക്ക് അറിയാതെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും മോളെ ഞാനൊരു കാര്യം പറയാം, ഇത് നടുക്കടലിൽപ്പെട്ട അവസ്ഥയാണ്, അതുകൊണ്ട് എൻ്റെ മോള് ഈ വീട്ടിൽ നിന്ന് പോകണം. ഞാൻ ശാരദാമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്, ഈ വീട്ടിൽ ഇനി നീ ദുരിതം അനുഭവിക്കരുത്, അതുകൊണ്ട് നീ പോകണം. അച്ഛാ എന്താ ഈ പറയുന്നത്? മോളെ, ഇത് എപ്പോഴും മുങ്ങാൻ പോകുന്ന ഒരു കപ്പൽ പോലെയാണ് ഈ വീട്, അതുകൊണ്ട് നീ പോകണം, നിങ്ങൾ ആരും ഈ വിഷമത്തിൽ കിടന്ന് ബുദ്ധിമുട്ടരുത്, പ്രത്യേകിച്ച് ആ കൊച്ചിന്റെ മനസ്സ് വേദനിക്കും. അപ്പോഴാണ് അച്ചച്ച എന്നും പറഞ്ഞ് പപ്പി വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു ഉമ്മക്ക് കൊടുത്ത് അങ്ങനെ അകത്തോട്ട് കയറാണ്. ഇതേ സമയം പിള്ള, സാറപ്പം ന്യൂസും കാര്യങ്ങളൊന്നും വെച്ചില്ലേ, എന്താ പ്രശ്നം? നമ്മുടെ ഷാലിക്കുഞ്ഞില്ലേ ആ ജംഗ്ഷന്റെ റോഡിൽ ആ സൈഡിൽ വെച്ച് ഷാലിക്കുഞ്ഞിന് കുത്തേറ്റിരിക്കുന്നു. എന്താ നീ പറഞ്ഞത്? അതെ, കുത്തേറ്റിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശ്യാമയും ഇങ്ങനെ രാഘവനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.